അതിനാ ആരാണത് പറയാ ഇഷ്ടപ്പെട്ട ഫുഡ്, ഇഷ്ടമുള്ള ഫുഡ്. എന്നാലും ഞാൻ ആദ്യത്തെ ഉത്തരവ് ഞാൻ ഇത് പറഞ്ഞില്ല. അല്ല, ബ്ലാക്ക് അല്ല, മെറൂൺ അല്ല. അങ്ങനെ കാണണം, അഭിമാനിക്കാനുള്ള വകയൊക്കെ ഉണ്ട് ഇപ്പൊ. Welcome to Bindu's Dreams. ഹായ്, ഇംഗ്ലീഷ് ന്യൂസിലേക്ക് ബിസിനസ് ന്യൂസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നാണെങ്കിലേ മഴയുള്ള ദിവസമായിരുന്നു കേട്ടോ, ഇന്ന് ഫുള്ള് മഴയായിരുന്നേ. പിന്നെ ഇന്ന് ആൻസൂട്ടനാണെങ്കിൽ നമുക്ക് ഇടുക്കി ജില്ലയ്ക്ക് മഴയൊക്കെ ഉള്ള ദിവസം അവധി തന്നെ ചേട്ടനെ കണ്ടിട്ടോ. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പറഞ്ഞോ, ആൻസൂട്ടിന് എസ് പി സി കാഡറ്റ് ആയിട്ടൊക്കെ സെലക്ഷൻ കിട്ടിയതുകൊണ്ടേ അങ്ങനെയുള്ള കുറച്ച് ഗുണങ്ങളൊക്കെ കിട്ടി. വിദ്യാഭ്യാസ മന്ത്രിനെ കാണാനും അങ്ങനെയുള്ള കുറേ ആളുകളെയൊക്കെ ആൻസൂട്ടിനെ കാണാനും ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കാനൊക്കെ പറ്റി. നമ്മുടെ ഇടുക്കി കളക്ടർക്കൊക്കെ ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തു എന്ന് പറഞ്ഞു ആൻസൂട്ട്. നമ്മുടെ ഇവിടെ തൊടുപുഴയിലെ എല്ലാ കുറേ അധ്യാപകരുടെ ഒരു സമ്മേളനം ഉണ്ടായിരുന്നു. കാരണം എല്ലാത്തിനും A+ കിട്ടിയവർ, എല്ലാത്തിനും ഫുൾ മാർക്ക് കിട്ടിയവർ, അങ്ങനെയൊക്കെയുള്ള ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ അധ്യാപകർക്കൊക്കെ അവാർഡ് കൊടുക്കുന്നുണ്ടായിരുന്നു, അവർ ആദരിക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ പ്രോഗ്രാമിലേക്ക് വന്നായിരുന്നു നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി, നമ്മുടെ കളക്ടറും നമ്മുടെ MLAയും അങ്ങനെ കുറേ ആളുകളുണ്ടായിരുന്നു. അപ്പം ഇവരായിരുന്നു അതിലെ മുഖ്യ ഭാരവാഹികളായിട്ടൊക്കെ നടന്നത്. വെള്ളം കൊണ്ടു കൊടുക്കാൻ അങ്ങനെ കോർഡിനേറ്റർമാരായിരുന്നു SPCയിലെ കേഡറ്റ്സ്. ആൻസോട്ടിന് യൂണിഫോം കിട്ടിയിട്ടില്ല കേട്ടോ, അതുകൊണ്ട് പോലീസ് സ്റ്റേഷനിൽ ആൻസർ ഇതുവരെ കാണാൻ പറ്റിയിട്ടില്ല. സ്കൂൾ യൂണിഫോം ഇട്ടാൽ പോയേ. അപ്പം നമ്മൾ കൊണ്ടുവിട്ടു, തിരിച്ചു കൊണ്ടുവരികയും ചെയ്തു. 1:30 ആയപ്പോൾ കൊണ്ടുവിട്ടു, തിരിച്ച് 4:30 ആയപ്പോഴത്തേക്കും ആൻസൂട്ടൻ തിരിച്ച് നമ്മൾ പോയി കൊണ്ടുവരികയും ചെയ്തുകൊണ്ട് തൊടുപുഴ ഉത്രം എന്ന് പറയുന്ന ഓഡിറ്റോറിയത്തിലാണ് പ്രോഗ്രാം നടന്നത്. അപ്പം അതൊക്കെയാണ്. അപ്പം നമ്മളിപ്പോൾ വന്നത് അതിനൊന്നും വേണ്ടിയിട്ടല്ല കേട്ടോ, നമ്മൾ വന്നതേ മനപ്പൊരുത്തം നോക്കാമെന്ന് ഓർത്തിട്ട് വന്നതാണ് കേട്ടോ. എൻ്റെയും ചേട്ടൻ്റെയും മനപ്പൊരുത്തം എത്രത്തോളം ഉണ്ടാകും എന്നുള്ള കാര്യമേ. അപ്പം ആൻസൂട്ടൻ കുറേ ക്വസ്റ്റ്യൻ ചോദിക്കും. അപ്പം ആൻസറിന് ചെവിയിലേക്ക് ഉത്തരം പറഞ്ഞു ചേട്ടന് ഇഷ്ടമുള്ള ചോദിക്കുന്നതന്നെ ആൻസർ. ഇപ്പം ആദ്യം ചോദിക്കാൻ പോകുന്നത് ചേട്ടന് ഇഷ്ടമുള്ള കാര്യങ്ങളാണ് കേട്ടോ, പപ്പയ്ക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ. അപ്പം ഓരോന്ന് ചോദിച്ചിട്ട് ആൻസർ പപ്പയുടെ സൈഡിൽ പോയിരുന്നോ? ഇപ്പൊ നീങ്ങില്ലേ? അപ്പൊ ആൻസിനോട് ചെവി പറഞ്ഞു, ഞാൻ കേൾക്കൊന്നുമില്ല കേട്ടോ. നമ്മളിപ്പോ എഴുതാൻ പോണില്ലല്ലോ, നമ്മളിപ്പോ എഴുതുന്നൊന്നുമില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ചെയ്താൽ മതിയേ. കാരണം ഞാൻ എന്നിട്ടിപ്പോ ചേട്ടന് ഇഷ്ടമുള്ള കാര്യങ്ങൾ എന്താന്നുള്ളത് ചേട്ടൻ ആൻസിന്റെ ചെവി പറയണം. പറഞ്ഞു കഴിയുമ്പോ ഞാനത് കേൾക്കുന്നില്ല, അപ്പൊ ചേട്ടന് ഇഷ്ടമുള്ള എന്താണെന്ന് വെച്ചാൽ ഞാനിത് പറയാം. ഓരോ ക്വസ്റ്റ്യനും അപ്പപ്പോ ഉണ്ട്. അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യൻ ചോദിക്കടാ. ഞാനൊക്കെ ക്വസ്റ്റ്യൻ ഞാൻ കേക്കട്ടേടാ. ക്വസ്റ്റ്യൻ ഒക്കെ പറഞ്ഞോ. ഇഷ്ടപ്പെട്ട പൂവ്. ചേട്ടന് ഏറ്റവും ഇഷ്ടപ്പെട്ട പൂവ് റോസാപ്പൂവ്. അതൊക്കെ പറയാവുള്ളൂ കേട്ടോ. സാന്ന് ഞാൻ കേട്ടു, പക്ഷെ അത് കേട്ടില്ലാലും എനിക്കറിയാം. കാരണം വീട് മൊത്തം റോസയാണ്. സുഹൃത്തുക്കളെ മുമ്പ് നിറച്ച റോസയാണ്. ചേട്ടൻ എവിടെ കണ്ടാലും റോസ അഡിക്ഷനാണ്. അത് കഴിഞ്ഞാൽ ചേട്ടന് ഇഷ്ടം ചെത്തിപ്പൂവായിരിക്കും. അത് ഞാൻ പറഞ്ഞു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കടാ. ഫസ്റ്റ് എടാ ഉറക്ക ക്വസ്റ്റ്യൻ ചോദിക്കടാ. ഏറ്റവും ഇഷ്ടപ്പെട്ട വ്യക്തി. ഏറ്റവും ഇഷ്ടപ്പെട്ട വ്യക്തി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റിലേഷൻ ആണോ അല്ലാത്തയാണോ? അതെല്ലാം കൂടി കൂട്ടണം. ഇഷ്ടപ്പെട്ട വ്യക്തി ആരാ? ചേട്ടന്റെ ജീവിതത്തിൽ ചേട്ടന് ഏറ്റവും ഇഷ്ടമുള്ള ഒരു വ്യക്തിയെ പറയാൻ. ഞാൻ ചെവി പൊത്തി, അവന്റെ ചെവി പറഞ്ഞോ. ഇതിനകത്ത് ആലോചിക്കാൻ ഞാനാണെങ്കിൽ ചാടി പറഞ്ഞു. അതൊക്കെ പറയും. അന്ന് പറ ചേട്ടൻ ഇപ്പൊ നിലവിൽ ഏറ്റവും ഇഷ്ടമുള്ള വ്യക്തി. പറഞ്ഞോടാ. ചാച്ചൻ അല്ല. ഞാൻ അല്ല. ഞാൻ തോറ്റു. മൊത്തം 4 അനുസരിച്ച് 2 പറഞ്ഞു. നീയാ? പിന്നെ വ്യക്തി വന്നേക്കുന്നത് ജീവിച്ചിരിക്കണല്ലേ. ചേട്ടന് ഏറ്റവും ഇഷ്ടം ചാച്ചനാണല്ലോ. ഞാൻ തോറ്റു. ഒരെണ്ണം കൂടെ ഉണ്ട്, പക്ഷെ എനിക്ക് ആലോചിക്കും. അവരോട് എനിക്ക് എപ്പോഴും മിണ്ടാറുള്ള. എപ്പോഴും മിണ്ടാറുള്ളതോ?
അതാ ആടിനോട് കോഴിയോട് പട്ടിയോട് അതൊന്നുമല്ല. സെക്രട്ടറി ആണോടാ? ആ കറക്റ്റ്. അതിനാണ് ഏറ്റവും ഇഷ്ടം. എന്താ പറഞ്ഞാ ഞങ്ങളെ പള്ളി സെക്രട്ടറിയുടെ ആട്ടോ പേര് ജനീഷ്. ജനീഷ് ജോൺ കാര്യത്തടത്തിൽ ചാക്കട പോലെ അല്ലേ? അതുക്കും മേലെ ഞാനും അല്ലേ? അല്ല അത് ഈ വെള്ളത്തിലുള്ള പറയാൻ പറ്റുള്ളൂ. അതിനാ ആരാണേലും പറയാ. ഇഷ്ടപ്പെട്ട ഫുഡ്, ഇഷ്ടമുള്ള ഫുഡ്. എന്നാലും ഞാൻ ആദ്യത്തെ ഉത്തരം ഞാൻ ഇത് പറഞ്ഞില്ല. ഞാൻ 4 പേരിൽ ഒരാളെ പറഞ്ഞു, ഞാൻ പറഞ്ഞ കറക്റ്റ് അല്ലായിരുന്നോ? ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ്. അയ്യോ ചെവി പഠിച്ചു പോയന്. പറഞ്ഞോ. ചേട്ടന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡോ? ചപ്പാത്തി അല്ല. പോയോ? പൊറോട്ട അല്ല. കപ്പയും മീനും. കപ്പയും പോർക്കും. കപ്പ. കപ്പ എന്നാണോ പറഞ്ഞത്? കാര്യമൊന്നും പറഞ്ഞില്ല. ഞങ്ങളൊരു ഓപ്ഷൻ എനിക്ക് കിട്ടി. ചേട്ടന് ഏറ്റവും ഇഷ്ടം ചപ്പാത്തി അല്ലായിരുന്നു ചേട്ടാ? പിന്നെ ചേട്ടൻ കപ്പയൊക്കെ എന്നോലെ ചേട്ടൻ ഇത്ര ഇഷ്ടപ്പെട്ടു തുടങ്ങി. എന്നിട്ടാണ് കപ്പ വാങ്ങിച്ചല്ല ചേട്ടൻ. അത് നാളെ ലാസ്റ്റിന് കപ്പ കുടിക്കാം. പിന്നെ ആയിരിക്കും ചേട്ടൻ കപ്പ ഫാനായി. ചേട്ടന്റെ ജീവിതത്തിൽ ആദ്യത്തെ പുഴുക്കായിരുന്നു അങ്ങനത്തെ. ഇനി അടുത്ത വർഷം ചോദിക്കടാ. ആരൊക്കെ? ഇവൻ ആലോചിച്ച് വരുമ്പോഴത്തേക്ക് കുറെ സമയം എടുക്കൂലോ. ആ ശരി. ആ ഏറ്റവും ഇഷ്ടപ്പെട്ട ജ്യൂസ്. പറഞ്ഞോ. കൊക്കോള. അതിപ്പോ ഏതാ ഞാനും ആലോചിക്കട്ടെ. ജ്യൂസ് ജ്യൂസ് എന്ന് പറയുമ്പോൾ ജ്യൂസ് എന്ന് പറയുമ്പോ കുടിക്കുന്ന ഏത് വെള്ളമാണേലും കൂട്ടാം. ആ പറഞ്ഞോ. സവണപ്പ. കറക്റ്റ്. അതാ എപ്പോഴും മാറ്റി കുടിക്കണേ കാണാറുള്ളത്. ഇപ്പൊ എല്ലാ ഉത്തരവും ഞാൻ പറഞ്ഞു, ഓപ്ഷൻ ആണെങ്കിലും അല്ലേടാ. ആ ഇനി അടുത്തത്. ആ ഏറ്റവും ഇഷ്ടപ്പെട്ട നിറം, കളറ്, ഉടുപ്പിനും അങ്ങനെയൊക്കെ ആയിട്ട് പറഞ്ഞോ. പറഞ്ഞോ. ബ്ലാക്ക്. കറക്റ്റ്. ഞാൻ പറയാം കേൾക്കണ്ടത്. ഇനി സത്യമാണ് ഞാൻ കേട്ടുള്ളൂ. ചോദിക്കാം. ഞാൻ ചെവി ഇങ്ങനെ പൊത്തിയേക്കുവാ. ഞാൻ വെള്ളത്തിലൊന്നും ചെയ്യില്ല കേട്ടോ. ഇനി ഏറ്റവും ഇഷ്ടപ്പെട്ട മൃഗം. മൃഗം. എല്ലാം പറയാം. ആ ചേട്ടന് ഏറ്റവും ഇഷ്ടപ്പെട്ട ആനിമല്. അതെനിക്ക് കൺഫ്യൂഷൻ ആണല്ലോ. അത് ചേട്ടന് എല്ലാത്തിനും ഇഷ്ടം. വളർത്തണമെന്ന് പറയാം. ഏറ്റവും ഇഷ്ടപ്പെട്ട ആനിമൽ. പറഞ്ഞോ. പൂച്ച. അല്ല. പട്ടി. അല്ല. പോത്ത്. കറക്റ്റ്. ആണ് ചേട്ടാ? ചേട്ടൻ പോത്തിനാണ് ഇഷ്ടം? പോത്തിനെ വളർത്തിയിട്ട് കാശ് കൂടുതൽ കിട്ടും. ചേട്ടൻ ഭയങ്കര ഇതായിട്ട് ചിന്തിച്ചു പോയത്. ഇനി അടുത്തതാ. ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം. എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ചിന്തിച്ചോ? പറഞ്ഞോ. കരിമണ്ണൂര്. അല്ല. സൗദി അറേബ്യ. ഇല്ല. നിശേരി. കറക്റ്റ്. ആണോ ചേട്ടാ? ചേട്ടൻ്റെ ജന്മനാട്. ഞാൻ ആദ്യം പറഞ്ഞ കരിമണ്ണൂര് നമ്മളിത് താമസിക്കുന്നത്. സൗദി അറേബ്യ ചേട്ടൻ പോയി വർക്ക് ചെയ്ത സ്ഥലം. അപ്പൊ നെയ്ശ്ശേരി ചേട്ടൻ ജനിച്ച സ്ഥലം. ആ ഇനിയോ പറയടാ. ചിന്തിക്കട്ടെ. ഓ ഓ ഏറ്റവും ഇഷ്ടപ്പെട്ട തുണിക്കട. ഏറ്റവും ഇഷ്ടപ്പെട്ട തുണിക്കടയോ? അത് വേണ്ട, നമുക്ക് പരസ്യം കൊടുക്കണ്ട, വേറെ വല്ലതും പറയാം. ഏറ്റവും ഇഷ്ടപ്പെട്ട ഡ്രസ്സ് ചേട്ടനിടാൻ. ഏറ്റവും ഇഷ്ടപ്പെട്ട ജോലി. നമ്മൾ ചെയ്യാൻ വന്ന വീഡിയോ വേറെ, നമ്മൾ പറഞ്ഞത് വേറെ. എൻ്റെ ഇഷ്ടങ്ങൾ ചേട്ടൻ പറഞ്ഞു, ചേട്ടൻ്റെ ഇഷ്ടങ്ങൾ ഞാനും പറഞ്ഞു. അങ്ങനെയായിരുന്നു അല്ലേ? അത് നമുക്ക് വേറെ ദിവസം ചെയ്യാം കേട്ടോ. ഇതിപ്പോ ചേട്ടന്റെ ഇഷ്ടങ്ങളല്ലേ പറഞ്ഞേ? ആ ചേട്ടന്റെ ഇഷ്ടങ്ങൾ അത് ശരിയല്ല, അത് ശരിയല്ല. ഏറ്റവും ഇഷ്ടപ്പെട്ട അയാൾക്ക് സോറി. ഏറ്റവും ഇഷ്ടപ്പെട്ട പച്ചക്കറിയും ഫ്രൂട്ടും. പച്ചക്കറി പറയാനില്ലല്ലോ. അതെനിക്ക് അറിയാലോ. പാവക്ക. ശരി, ഫ്രൂട്ട് പറ. ചേട്ടന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫ്രൂട്ട് എന്നാ? കിട്ടിയോ? ആദ്യം ചേട്ടൻ ആലോചിക്കട്ടെ. ഇഷ്ടം ചേട്ടൻ ആലോചിക്കാം. എനിക്ക് ഏത് ഫ്രൂട്ടായിരിക്കും ഇഷ്ടമുള്ളത്? ഞാൻ കാണാനൊക്കെ തിന്നാറുണ്ടല്ലോ. അത്
പൈനാപ്പിളാണ്. അല്ല. ആപ്പിള്. അല്ല. മുന്തിരിങ്ങ. അല്ല. എന്നാ പിന്നെ എല്ലാ ഫ്രൂട്ടും പറയാം. പേരയ്ക്ക. അല്ല. ചാമ്പങ്ങ. അതല്ല. മാമ്പഴം. ഒന്നുമില്ല. ഇല്ല. ആ കപ്പളങ്ങ. പപ്പായ. അതാണ് ചേട്ടൻ ഏറ്റവും ഇഷ്ടം. ഞാനോർത്തത് ചുമ്മാ കിട്ടണോണ്ടിരുന്ന തിന്നാണ് ഇഷ്ടം. തിന്നാന്നറിയില്ല. ഇവനും ഏറ്റവും ഇഷ്ടം പപ്പായ അല്ലടാ. അല്ല. നിനക്ക് ഏതാ ഇഷ്ടം? തണ്ണിമത്തങ്ങ. ആ അതാണ് മത്തങ്ങ ഇഷ്ടം. പക്ഷെ നീ പപ്പായ കണ്ട കമ്മ വീഴണ കാണാലോ. അത് തിന്നണം. മധുരം. ആ ആ തീർന്നോ? എന്നാ ഇനി ഞാൻ എന്റെ ചേട്ടൻ പറയണം. വാ ഇവിടെ വാ. ഇതൊക്കെ തന്നെ എന്നോട് ചോദിച്ചാ മതിയേ. അങ്ങനെ നീങ്ങ. ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ചേട്ടൻ പറ. ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം എനിക്ക്. നീ ഉണ്ടായിരിക്കാം. അത് പിന്നെ പറയാം. ചേട്ടൻ പറ. അല്ല ഇഷ്ടമാകുന്ന സ്ഥലം അത്. അല്ല. പണ്ടപ്പള്ളി. യെസ്. അതെനിക്ക് ആദ്യമേ അറിയാമായിരുന്നു. അപ്പൊ അത് ചോദ്യം പറഞ്ഞപ്പോ തന്നെ എനിക്ക് മനസ്സിലാവും. അതാത് പിന്നെ അല്ലാതെ രണ്ടെണ്ണം പറയാൻ വെച്ചാ ഒറ്റ റൗണ്ട് ജയിക്കണേ. ഇനി അടുത്തത് ഇഷ്ടപ്പെട്ട പൂവ്. അയ്യോ പേര് പറഞ്ഞു. അതാ. നമ്മുടെ ഇവിടെ നിൽക്കുന്ന ആ വെള്ളപ്പൂല്ലേ അതിന് പേരണ അതല്ല. അയ്യേ അതല്ല. പ്ലമേറിയ. പ്ലമേറിയ അതല്ല. അല്ല ചെസ്റ്റി. അല്ല. ചേട്ടന് കിട്ടൂല പോലെ. എനിക്കിഷ്ടപ്പെട്ട പൂവാ ഞാൻ എപ്പോഴും പറയാറില്ല. പക്ഷെ ചേട്ടനെ ശ്രദ്ധിക്കാറില്ല. എന്നെ ശ്രദ്ധിച്ചാലല്ലേ എന്റെ പൂ എന്നെ ശ്രദ്ധിക്കാൻ പറ്റുള്ളൂ. കഴിഞ്ഞ ദിവസം ട്യൂഷൻ കൊണ്ടിട്ട് പോയാ വീട്ടിൽ കണ്ടപ്പോ ആ പൂവല്ല. ഒന്നും എനിക്കറിയില്ല. മനോഹരമുണ്ട്. ഞാനിസും കൂടി. കിട്ടുവോ? ചെമ്പരത്തി. അല്ല. വെച്ചോ. വാഗപ്പൂ. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പൂവ് ആകപ്പൂവാ. ഏറ്റവും ഇഷ്ടപ്പെട്ട വ്യക്തി. ഏറ്റവും ഇഷ്ടപ്പെട്ട വ്യക്തിയാ. ഏറ്റവും ഇഷ്ടപ്പെട്ട കളർ. മഞ്ഞ. അല്ല. ബ്ലാക്ക്. അല്ല. മെറൂൺ. അല്ല. ഇല്ലേ റോസ്. അല്ല. റോസ്. അല്ല. എനിക്ക് ഏറ്റവും ഇഷ്ടം ചുവപ്പാ. എന്റെ കൂട്ടേക്സ് ചുവപ്പാവും, ഉടുപ്പ് ചുവപ്പാവും. എപ്പോഴാ ചുവപ്പല്ലേ യൂസ് ചെയ്യണേ? അയ്യെ ശ്രദ്ധിച്ചാ മാല പോലെ ചുവപ്പല്ലേ നോക്കാം. ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ്. ഫുഡാ അതെനിക്കറിയാൻ മേല. കറി അറിയണ്ട. കറി അറിയണ്ട. കറി പറയും. ചേട്ടൻ പറ. അത് പറയാനുണ്ടോ? കറി പറയുമ്പോ പിന്നെ ഇറച്ചി മീനോ അല്ല ഫുഡ് മൊത്തം പറ. പിന്നെ ചോറും സാമ്പാറും അതുപോലെ. ഇപ്പൊ ചേട്ടൻ കപ്പാന്ന് പറഞ്ഞില്ല പോലെ. ആ ചക്ക. അതെനിക്ക് ഇഷ്ടമാ. അതെനിക്ക് ഇഷ്ടമാട്ടോ. ചേട്ടൻ പറഞ്ഞൊരു പകുതി ശരിയാണ്. പക്ഷെ എനിക്ക് പ്രിയപ്പെട്ട ഒരു ഭക്ഷണം ഉണ്ട്. പ്രിയപ്പെട്ട ഭക്ഷണം ഉണ്ട്. എല്ലും കപ്പയല്ല. അല്ല. ചക്ക ശരിയാണ് കേട്ടോ. ചക്ക എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എപ്പോഴും കടപ്പായ 2-3 വാങ്ങണത് എനിക്ക്. പൊറോട്ട ബീഫും അങ്ങോട്ട് ഇങ്ങനെ വാ മുല മേടിക്കണ്ട. അതിന് അടുത്ത ഏറ്റവും ഇഷ്ടപ്പെട്ട ടാറ്റയോ വ്യക്തി അത് പറഞ്ഞു. പിന്നെ അതാ ഏറ്റവും ഇഷ്ടപ്പെട്ട മൃഗം. ഏറ്റവും ഇഷ്ടപ്പെട്ട മൃഗം. ഏറ്റവും ഇഷ്ടപ്പെട്ട മൃഗം. അല്ല. 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 വളർത്തു. ഏറ്റവും ഇഷ്ടപ്പെട്ട മൃഗം എനിക്കോ അത് പറഞ്ഞില്ലേ. ഞാൻ എപ്പോഴും പറഞ്ഞു എന്റെ മാക്കു. പട്ടികളല്ല എന്റെ മാക്കു. പൂച്ചനൊന്നും ഇഷ്ടമല്ലേ?
പൂച്ചേനെ കൂട്ടിട്ടേക്കണം. പൂച്ചേനെ പൂട്ടിയിട്ടിട്ട് പോകുന്നേക്ക അടുക്കളയില്. അല്ല അല്ലേ? അന്ന് ചേട്ടനെ വിളിക്കണതാ. ചേട്ടാ നീയോ നീ എന്നാടാ ഉള്ള ഏറ്റവും ഇഷ്ടപ്പെട്ട ഡ്രസ്സ്? അത് പറഞ്ഞില്ല. ഇല്ല അത് പറഞ്ഞില്ല. ആ അങ്ങനെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഡ്രസ്സ് എനിക്ക് ഇടാൻ. ചേട്ടനത് പറയണം കേട്ടാ. ഞാൻ പറയാം അതാ സാരി കേട്ടോ. അതെനിക്കറിയാലോ. അപ്പൊ ഏകദേശമൊക്കെ ചേട്ടൻ എല്ലാം പറഞ്ഞല്ലേ? ഇനി എന്തെങ്കിലും പറയാനുണ്ടല്ലോ? എന്നുള്ള ഇനി ചോദിക്കാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട കാറ് പറ. എനിക്ക് അങ്ങനെയൊന്നുമില്ല. അതിന് പറയാൻ എന്നാലും അതാ കൂട്ടില്ല. കഴിയുന്നെ? ആ. നീ ഇവന്റെ നമുക്കൊന്ന് ചോദിച്ചു നോക്കിയാലോ? എന്താ? ആൻസിന് ഏറ്റവും ഇഷ്ടപ്പെട്ട നിറം ബ്ലൂ അല്ലടാ? ബ്ലൂ അല്ലടാ? ആൻസിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് ചേട്ടനോട് ചോദിക്കട്ടെ. ഇവൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് ചേട്ടൻ അറിയാമോ ചേട്ടാ? ആണെങ്കിൽ നീ ആണെന്ന് പറഞ്ഞോ. ബിരിയാണി, ചിക്കൻ ബിരിയാണി, നൂഡിൽസ്, അല്ല ചിക്കൻ ബിരിയാണി. പിന്നെ നിനക്ക് ഇവന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഡ്രസ്സ് അറിയാ ചേട്ടാ? പാൻറ് ഷർട്ടോ? ഷർട്ട് ഇവന് ഇഷ്ടമല്ല. ഇവന് ബാഗും ടീഷർട്ടും ഏറ്റവും ഇഷ്ടം. പിന്നെ ഇവൻ ഇഷ്ടപ്പെട്ട ബൈക്കാ കവാസാക്കി നിഞ്ച അയച്ചിട്ട് എന്തോ ഇൻഷുറൻസ് എന്നാറ്. പിന്നെ സ്ഥലം ഇവൻ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ഏത് ചേട്ടാ? ആ ഏതാ എനിക്കിഷ്ടം? പറയണം പറയണം. ഓ കരിമണ്ണൂര്. പിന്നെ കാനഡ, അല്ല അമേരിക്ക, അല്ല വാഗക്കാട്, അല്ല പാല, തൊടുപുഴ. അല്ല ചെറായി അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. ചെറായിക്കാർക്കൊക്കെ അഭിമാനിക്കാട്ടോ. ചെറായി ഇഷ്ടപ്പെട്ട ഒരു കൊച്ചുകൂടി ഇരിപ്പുണ്ട്. ആർക്കും ആണെങ്കിലും ഒന്ന് എടുത്തോണ്ട് പോകും. ഏറ്റവും ഇഷ്ടപ്പെട്ട മകൻ നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മൃഗം ഏതാ? ഇവന് ഏറ്റവും ഇഷ്ടപ്പെട്ട മൃഗം ഏത് ചേട്ടാ? ചേട്ടാ ഇങ്ങനെ ആക്റ്റീവ് ആയിട്ടിരിക്കുക. ഇവൻ കോഴിയാണ്. തുങ്കളാണ് നിനക്ക് ഏറ്റവും ഇഷ്ടം? കോഴി. ചേട്ടാ ആക്റ്റീവ് ആയിട്ടിരിക്കുക. ഒരു കമന്റ് വന്നതാ നമ്മുടെ സുമ. ചേട്ടൻ മിണ്ടാതിരുന്നാലും ചേട്ടന് പറയാനുള്ളതൊക്കെ മുഖത്തൊന്ന് വായിച്ചെടുക്കാന്ന് പറഞ്ഞേ. അയ്യോ സിനിമ ഇവൻ ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ ചേട്ടൻ അറിയാവോ? ഞാൻ പറയാ ജില്ല 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 ജില്ല. എടാ നിങ്ങൾക്ക് എന്താടാ എനിക്ക് എടുത്തരാമോടാ? എനിക്ക് ഓർമ്മക്കുറവാതിരിക്കണം. ഡാർക്ക് ചോക്ലേറ്റ് കഴിക്കുന്നത് നല്ലതാണ് കേട്ടെ. അപ്പൊ ഇത്രയൊക്കെയാണ്. അപ്പം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എല്ലാം ഏകദേശമൊക്കെ നമുക്കൊക്കെ അറിയാൻ എല്ലാവർക്കും മനസ്സിലായല്ലോ. അപ്പൊ നമ്മുടെ സെക്രട്ടറിക്ക് അഭിമാനിക്കാം. ഏറ്റവും ഇഷ്ടപ്പെട്ട വ്യക്തി സെക്രട്ടറിയാണ്. ചേട്ടന്റെ സങ്കടങ്ങളൊക്കെ പറയാറുണ്ടോ? സന്തോഷങ്ങൾ പറയാറുണ്ടോ? വിഷമങ്ങൾ പറയാറുണ്ടോ? അപ്പൊ എസ്പെഷ്യലി ഒന്ന് പറയണല്ലോ. നാളെയുള്ള വീഡിയോ ഇരുന്ന് കാണണം. അഭിമാനിക്കാനുള്ള വകയൊക്കെ ഉണ്ട് ഇപ്പൊ. എനിക്ക് വയ്യ. അപ്പൊ നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു കുറച്ച് നേരമെങ്കിലും എൻജോയ്മെന്റ് കിട്ടിയെന്നൊക്കെ വിചാരിക്കുന്നു. അപ്പോ ഇപ്പൊ കുറച്ച് നാളത്തേക്ക് ഇങ്ങനെ ഇരുന്ന് സംസാരിക്കാതെ നമ്മൾ നടന്ന് സംസാരിക്കുന്ന വീഡിയോസ് ഒക്കെ ആയിരിക്കും. ഞാൻ അടുത്ത വീഡിയോസ് കുറച്ച് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വീഡിയോ. അധികം ആൾക്കാരൊന്നും എന്നാടാ അയ്യോ ചോക്ലേറ്റ് ഡയറി മിൽക്ക് വെച്ചില്ലേ? നീ പറഞ്ഞില്ലായിരുന്നു. നീ നോക്കിക്കാൻ അല്ല അതിനകത്തോണ്ടല്ലോ എന്തോ ഡയറി മിൽക്കിന്റെ കവർ എടുക്കണ്ടല്ലോ, കാലി കവർ. എന്നാ അതിനകത്ത് കാണൂടാ, അതുകൊണ്ട് കളഞ്ഞു. അതിനകത്ത് ഡയറി മിൽക്ക് കാണും. അവര് എടുത്തു കൊടുത്തെങ്കിൽ അവര് വെക്കാതിരിക്കൂല. അതേ മഴ തുടങ്ങിട്ടോ. നമ്മളപ്പോൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ് ഞങ്ങള്. അപ്പോൾ ഇനിയിപ്പോൾ ആരും ചെയ്യാത്തൊരു വീഡിയോ ഒക്കെ ആയിട്ട് വരാനൊക്കെ വിചാരിക്കുന്നുണ്ട്. നമ്മൾ ഈ വീട്ടിലുള്ള കുറേ ഫോട്ടോസ് നമ്മൾ ഭിത്തിയിലൊക്കെ വെച്ചിരിക്കുന്നതും അല്ലാത്തതുമായ കുറേ ഫോട്ടോസൊക്കെ ഉണ്ട്. അതൊക്കെ കാണിക്കുന്ന ഹോം ടൂർ എല്ലാവരും ചോദിക്കുന്നുണ്ട്. ഹോം ടൂർ കാണിക്കാം. അതല്ലാതെ നമ്മൾ ഫോട്ടോസൊക്കെ വെച്ചിരിക്കുന്നതൊക്കെ ഒന്ന് കാണിക്കാം കേട്ടോ. ഹോം ടൂറുള്ള വീഡിയോ അതിനകത്തില്ലേ? നിന്റെ വേസ്റ്റ് കളഞ്ഞതിനകത്തില്ലേ? ഞാൻ അതിന്റെ ഉള്ളിലേക്ക് ഞാൻ കാറിൽ ഇത് കൊണ്ടായില്ലായിരുന്നു റോൾ. അതിന്റെ ഇതാ നമുക്ക് നോക്കാം. അപ്പൊ എടാ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ. അപ്പൊ ഹോം ടൂർ വീഡിയോ വരുന്നുണ്ട്. വീടിൻ്റെ ഉള്ളിൽ കുറെ ഫോട്ടോസ് കാണിക്കുന്ന
വീഡിയോസ് വരുന്നുണ്ട്. പിന്നെ വീടിന് ചുറ്റുപാടും ഇപ്പോഴത്തെ അവസ്ഥകളും കാണിക്കുന്നത് വരുന്നുണ്ട്. അങ്ങനെ കുറേ വീഡിയോസ് ഇനി നമുക്ക് തുടർച്ചയായിട്ട് കാണാം. അപ്പോൾ വീണ്ടും പുതിയ വിശേഷം അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരുമ്പോഴേക്കും ഡിസൈനിങ് ഓഫ് ബിന്ദുസ് ഡ്രീംസ്. ബൈ ബൈ പറയടാ. ബൈ. എടാ പൊങ്ങിയിരിക്കടാ, നിന്നെ കാണാൻ പറ്റുന്നതാ. ബൈ.